മലബാർ ജില്ലകളിലെ രൂക്ഷമായ +1 സീറ്റുകളുടെ ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് എൻ്റെ അടിയന്തര പ്രമേയം. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല സർ. ഇവിടെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി തരുന്ന ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ബഹുമാനപ്പെട്ട മന്ത്രി കണക്കുകൾ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള നിയമസഭയിലാണ്. നിയമസഭയിൽ വസ്തുതാവിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സർ. അങ്ങ് പറഞ്ഞത് കേരളം അങ്ങ് പറഞ്ഞത് കേരളം മുഴുവൻ അങ്ങ് പറഞ്ഞത് കേരളം മുഴുവനും കണ്ടതാണ്. ഫുൾ A+ കിട്ടി. ഇന്നൊരു രക്ഷിതാവ് വിളിച്ച ഫുൾ A+ കിട്ടി. സ്വന്തം വീടിനടുത്തുള്ള സ്കൂള് അവിടെ പഠിച്ച കുട്ടി പറയട്ടെ. നിങ്ങളെ ഒച്ച ആ കുട്ടികൾക്ക് തിരിച്ചടി തന്നെയാണ്. പൊട്ടിപ്പാളിസായില്ലേ. ഇതാണ് ഈ ജാതി അസഹിഷ്ണുതൊക്കെ കിട്ടുന്നതാണ്. പൊട്ടിപ്പാളീസായി തകർന്ന് തരിപ്പനായി പോയത് ഇതുകൊണ്ടാണ്. ഇവിടെ ജനങ്ങളുടെ പ്രശ്നം പറയാനാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കല. അതെന്ത് ശരിയായ രീതിയാ? അപ്പോ മന്ത്രി പറഞ്ഞ കണക്കുകളൊന്നും ശരിയല്ല സാർ. ഇവിടെ പതിനായിരക്കണക്കിന് കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താ, അതായത് ഫുൾ A+ ഉള്ള കുട്ടികൾ അവർ പഠിച്ച സ്കൂള്, അവരുടെ നാട്ടിലുള്ള സ്കൂൾ, ഇതൊക്കെ പറയുമ്പോൾ ബഹളം വെക്കാൻ ഇയാൾക്ക് മനസ്സിലാവണ്ടേ. പഠിച്ച സ്കൂളിനൊരു മാർക്കുണ്ട്, ഒരു ഗ്രേസ് മാർക്കുണ്ട്, പഞ്ചായത്തിന് ഒരു ഗ്രേസ് മാർക്കുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടും ആ ഫുൾ A+ കാരികൾക്ക് അല്ലെങ്കിൽ ആ ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് ഇത്തവണത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല. ഇത് പറയുമ്പോൾ അവിടുന്ന് ഇങ്ങനെ കുരക്കുന്നതിൽ എന്താ അർത്ഥമല്ല സർ? ഇതൊരു വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. ഇത് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്.